ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അനീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ 12ാമത്തെ വയസ്സിൽ കയ്യിൽ കിട്ടിയതാണ്. പിന്നെ അവള് ആദ്യത്തെ വാക്കൊക്കെ പറയുമ്പോൾ എൻ്റെ മടിയിലുണ്ട്. പിന്നെ ആള് ഭയങ്കര ലവ്ലിയാണ് എല്ലാവരും. അത്ര എന്താ പറയുക, ശാന്ത സ്വഭാവമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വീട്ടില്. ഞാനൊന്ന് ഉറക്കെ അനീഷയെന്ന് വിളിച്ച് അപ്പ കരയുള്ളു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് എൻ്റെ കൂടെ. പക്ഷെ ഇപ്പൊ അനീഷ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ അനീഷ നല്ല സ്ട്രോങ് ആണ്. പഠിക്കാനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആളിപ്പോ നല്ല മിടിക്കുക. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നല്ല ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ നല്ല ഉൾക്കറിയാം. പറ്റി പറയുകയാണെങ്കിൽ ഞാനും വിഭു ഒരുമിച്ച് പഠിച്ചതാ. അന്നേരം ഭയങ്കര പഞ്ചപാവ ഒരു ചെക്കനും, പെൺകുട്ടികളുടെ മുഖത്ത് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തൊരു ചെക്കനേനു. അത് എങ്ങനെ ഈ പ്രേമത്തിലും പൊട്ടി കല്യാണം കഴിച്ചെന്ന് എനിക്ക് മനസ്സിലാവാതെ. ഭയങ്കര കാമായിട്ടുള്ള ഒരാളാണ് വിഭു. ചേച്ചി തന്നെ ചേച്ചിയുടെ പാർട്ട്ണറെ കണ്ടുപിടിച്ചത്. ചേച്ചിക്ക് അങ്ങനെ ആരെങ്കിലും ഒരാൾ സെലക്ട് ചെയ്യുന്നില്ല. സെലക്ഷൻ കുറച്ച് ഒരേ വൈബില് നിൽക്കുന്ന ആൾ തന്നെയാണ് എപ്പോഴും. ഇപ്പൊ എന്ത് സാധനം എടുക്കുകയാണേലും നന്നായി ആലോചിച്ച് മാത്രമേ, ഒരുപാട് ടൈം എടുത്തേ എടുക്കും. അതേപോലെ തന്നെയാണ് ഇപ്പത്തെ ചെക്കനും കുറെ കാലമായിട്ട്. ചെക്കനും കുറെ കാലത്ത് നിരീക്ഷണത്തിലായിരുന്നു. ഒബ്സർവേഷനിൽ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു മൊമെന്റിൽ തോന്നിയെന്നല്ല, സംസാരിച്ച് അവര് കിട്ടിയപ്പോഴാണ് തോന്നി. ചേച്ചിക്ക് പറ്റിയ ചേച്ചിയുടെ വൈബിന് പറ്റിയ ഒരാളാണ് വിഭു ചേട്ടൻ. എനിക്ക് സംസാരിച്ചപ്പോൾ അവൻ നല്ല ബോൾഡായിട്ടുള്ള ഒരു പയ്യനായിട്ട് തോന്നി. എല്ലാ കാര്യങ്ങളും നല്ല ആലോചിച്ച് തീരുമാനം എടുത്ത് അവരുടെ ഒരു ജീവിതത്തിന് നല്ലൊരു നിറം കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തടയിൽ വെച്ചിട്ട് കല്യാണം നടത്തണം എന്നായിരുന്നു ഞങ്ങളുടെ മോഹം. അത് സാധിച്ചു. വളരെ നന്നായിട്ട് തന്നെ കല്യാണം നടന്നു. വളരെ സന്തോഷമുണ്ട്. മനമാകെ മാംഗല്യം പുതുകനവിൻ പന്തലു വേണം, വഴിയാകെ നിറമേകും നറുമുല്ല പൂവതു വേണം, വെണ്ണിലാവിൻ വെള്ളി പൂടവ വേണം, പെണ്ണിൻ കുറി വരയ്ക്കാൻ തിങ്കൾ കലയും മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ മാംഗല്യം ഇഴിയാളിൻ കരവാളായി മാംഗല്യം നിഴലായി നീ അണിചേരാ മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം കന്നേ നിറവാനി മഴവില്ലിൻ ജീവശാസ്കല്യം ഇഴിയാളിൻ കരവാളായി മാംഗല്യം കന്നേ നിഴലായി നീ അണിചേരാ അപ്പൊ എന്തായാലും അവരുടെ ഒരു പുതിയ ജീവിതത്തിലെ ഘട്ടമാണ്. അതിന് എല്ലാവിധ മംഗളാശംസകളും അല്ലേ. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. പോയിട്ട് പാലക്കാട് പോയിട്ട് കണ്ടുപിടിച്ച നല്ല മാച്ചിലുള്ള രണ്ട് അടിപൊളി ആൾക്കാര് നമ്മളെ വൈബിലേക്ക് കൊണ്ടുവരണം അനീഷനെ. നമ്മുടെ ആ ഒരു ശ്രമം അതാണ്. ഞാൻ അനീഷയുടെ റൂംമേറ്റ് ആണ്.
അപ്പൊ അനിഷനെ ഇപ്പോൾ കുറച്ച് ഒരു 6 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അനിഷ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൗഡല്ല ആള്, കുറച്ച് പാവം പോലെയാണ്. അപ്പോൾ വിഭു ചേട്ടനെയും എനിക്ക് CSRNSൽ വന്നിട്ടാണ് എനിക്ക് വിഭു ചേട്ടൻ അറിയണത്. അപ്പോൾ ചേട്ടനും അതെ, എനിക്കറിയാവുന്നിടത്തോളം ചേട്ടൻ കുറച്ച് പാവമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടുപേരും ഏകദേശം ഭയങ്കര മാച്ചിങ് ആണ്. രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഏകദേശം മാച്ചിങ് ആണ് രണ്ടുപേരും. അപ്പൊ വിഭുവിനും അനീഷക്കും നമ്മളുടെ എല്ലാവരുടെയും ഒരു അടിപൊളി ഹാപ്പി മാരീഡ് ലൈഫ്. दूर जाना है तो साथ चल साथियों, दूर जाना है तो साथ चल साथियों, दूर जाना है तो साथ चल साथियों, दूर जाना है तो साथ चल.